ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആ എനിക്കൊന്ന് കഴിഞ്ഞ രണ്ട് ശ്ലോകങ്ങൾ നമ്മൾ ചർച്ച ചെയ്തില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിലും നോക്കാം, അല്ലെങ്കിൽ മുന്നോട്ട് പോവാം. കഴിഞ്ഞ ദിവസം വായിച്ചതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? അല്ലെങ്കിൽ ഡിസ്കഷൻ എന്തെങ്കിലും മാർക്ക് ചെയ്തിട്ടുണ്ടോ? മുന്നോട്ട് നീങ്ങിയാലോ? ശ്ലോകം 70 മുതൽ വായിക്കാം. 70, പേജ് 585, 555. ആയിക്കോട്ടെ അപ്പോ ഹരീഷ്. ശരി ഹരീഷ്. ഹരീഷ് മഹാപ്രഭുവിന്റെ ബാല്യലീലകൾ ശ്ലോകം അധ്യായം 14 ശ്ലോകം 70. ഹേ മദലീലാകരി ദുൻഹെ ഗേല ഖരേ ഗംഭീര ചൈതന്യ ലീല ഹേ ബുൽസിതേ പാരേ. അവരുടെ പരസ്പര ഭാവപ്രകടനങ്ങൾക്ക് ശേഷം ശേഷം ചൈതന്യ മഹാപ്രഭുവും ലക്ഷ്മിയും സ്വഗ്രഹങ്ങളിലേക്ക് മടങ്ങി. ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ഗംഭീര ലീലകൾ മനസ്സിലാക്കാൻ ആർക്കാണ് കഴിയുക? ശ്ലോകം 71. ചൈതന്യ ചാപല്യ ദേഖി പ്രേമേ സർവജന ശചി ജഗന്നാഥേ ദേഖി ദേനെ ഓലാഹന. ചൈതന്യന്റെ കുസൃതികൾ കണ്ട് അയൽവാസികൾ അവിടുത്തോടുള്ള സ്നേഹം മൂലം ശചിമാതാവിനോടും ജഗന്നാഥ് മിശ്രയോടും പരാതിപ്പെട്ടു. ശ്ലോകം 72. ഏകദിന ശചി ദേവി പുത്രരെ ബർശ്രിയ ധരിബാരെ ഗേല പുത്ര ഗേല പാലായിയ. ഒരു ദിവസം ശശിദേവി തന്റെ പുത്രനെ ശാസിക്കുന്നതിനായി പിടികൂടാൻ പോയി. പക്ഷേ അവൻ ഓടി മറന്നു. ശ്ലോകം 73. ഉച്ഛിഷ്ട ഗർത്തേ ത്യക്ത ഹാന്ദിരെ ഉപര ബസിയാചേനെ സുഖേ പ്രഭു ദേവ വിശ്വംഭര. വിവർത്തനം. അവിടുന്ന് വിശ്വത്തെ ഭരിക്കുന്നവനായിരുന്നിട്ടും പാചകത്തിനു ഉപയോഗിച്ച കലങ്ങളും ഉച്ഛിഷ്ടങ്ങളും ഇടുന്ന കുഴിയിലുണ്ടായിരുന്ന ഉപേക്ഷിച്ചിരുന്ന ചില കലങ്ങൾക്ക് മുകളിൽ കയറിയിരുന്നു. ഭാവാർത്ഥം ജയ് ശ്രീ പ്രഭുപാദ് കി ജയ്. ദിവസവും പുതിയ കലങ്ങളിൽ പാചകം ചെയ്യുന്ന ഭക്ഷണം നിവേദിക്കുകയും വിഷ്ണു ഭഗവാനെ ആരാധിക്കുകയും ചെയ്യുന്ന മുമ്പ് ബ്രാഹ്മണരുടെ ഒരു രീതിയായിരുന്നു. ജഗന്നാഥ് പുരിയിൽ ഇപ്പോഴും ഈ രീതി നിലനിൽക്കുന്നുണ്ട്. ഭക്ഷണങ്ങൾ പുതിയ മൺകലങ്ങളിൽ പാചകം ചെയ്യുകയും പാചകത്തിന് ശേഷം കലങ്ങൾ കളയുകയും ചെയ്യും. അത്തരം കലങ്ങൾ ഉപേക്ഷിക്കാനായി വീടിന്റെ ഒരു വശത്ത് വലിയൊരു കുഴി ഉണ്ടാകുമായിരുന്നു. ചൈതന്യ മഹാപ്രഭു തന്റെ മാതാവിനെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി അത്തരമൊരു കുഴിയിലെ കലങ്ങൾക്ക് മുകളിൽ ഉല്ലാസപൂർവ്വം ആസനസ്ഥനായി. ഹരേ കൃഷ്ണ. ഹരേ ആ, കൃഷ്ണ. ഹരേ കൃഷ്ണ. ഒറ്റ കാര്യമുള്ളൂ, ഇതില് കുറച്ച് കറക്ഷൻസ് ഉണ്ട്. നമ്മൾ 70 കണ്ടവര് 2 പ്രാവശ്യം ശേഷം വന്നിട്ടുണ്ട്. ശേഷം ഒരു അത്ര ശേഷിക്കേണ്ട കാര്യമില്ല. ആ സോ ഒരു ശേഷം ഒരു ശേഷം മതി. ഒരു ശേഷം മതി. പിന്നെ അതുപോലെ ഇടയ്ക്ക് ഈ ആഹാരം 72 പക്ഷെ അവൻ ഓടി മറഞ്ഞു എന്നുള്ളത് അവിടുന്ന് നിന്നാക്കിയിട്ടുണ്ട്. കാര്യം ആ സച്ചി മാതാവും ചൈതന്യ മഹാപ്രഭുവും തമ്മിൽ സംസാരം ഉള്ളപ്പോ, അല്ലെങ്കിൽ സച്ചി മാതാവ് ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവൻ എന്ന് പറയുന്നതിൽ തെറ്റില്ല. പക്ഷെ നമ്മൾ പറയുമ്പോ അവിടുന്ന് തന്നെ വേണം. പക്ഷെ അവിടുന്ന് ഓടി പറഞ്ഞു. ഉം അടുത്തതിൽ അവിടുന്ന് കുഴപ്പമില്ല. പിന്നെ
പിന്നെ ഭക്ഷണം എല്ലായിടത്തും ഉണ്ട്. അതിനെ കുറെ കഴിഞ്ഞ ദിവസങ്ങളിലും ഭക്ഷണത്തിനെ മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. ദിവസവും പുതിയ കലങ്ങളിൽ പാചകം ചെയ്യുന്ന ആഹാരം നിവേദിക്കുകയും എന്നാക്കി. പിന്നെ അടുത്തതും ഭക്ഷണങ്ങൾ പുതിയ മൺകലങ്ങളിൽ നിന്നുള്ളതിനെ വിഭവങ്ങൾ എന്നോ ഒക്കെ ആക്കി മാറ്റാം. കുറച്ചുകൂടെ ഒരു സ്റ്റാൻഡേർഡ് ഉള്ള വാക്കുകളാണ്. ഞാൻ ഇതിനു വേണ്ടി പറയല്ല, ഒരു നമ്മളിത് വായിക്കുമ്പോൾ ആ ഒരു സ്റ്റാൻഡേർഡ് മനസ്സിൽ വെക്കണം. അപ്പോൾ അതിന്റെ പുസ്തകങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ഉണ്ടാവണം. അതിനു വേണ്ടിയാണ് പറയുന്നത്. തുടർന്ന് വായിക്കാം. ആരെങ്കിലും നമ്മൾ ടേൺസ് എടുത്തിട്ടാണോ വായിക്കുന്നത് പണ്ടത്തെ പോലെ? ആ ടേൺസ് എടുത്തിട്ടാണ്. 2-3 ശ്ലോകം ഒരാള്, പിന്നെ അടുത്ത ആള്. ശരി. വായിക്കട്ടെ? ആ വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ശുഭപാഠിക്ക് ശ്ലോകം 75 വായിക്കട്ടെ? 74. 74. ശചിയാസി കർത്തികേനെ അശുചിച്ചു നീല ഗംഗാ സ്നാനേ കരയായ പവിത്ര ഹൈല. വിവർത്തനം. തന്റെ കുട്ടി അശുദ്ധമായ സ്ഥലത്ത് ഇരിക്കുന്നത് കണ്ട ശചി മാതാവ് എതിർത്തു. അസ്പർശ്യമായ ഇവയിൽ നീ എന്തിനെ സ്പർശിച്ചു? നീ അശുദ്ധനായി തീർന്നിരിക്കുന്നു. പോയി ഗംഗയിൽ സ്നാനം ചെയ്യുക. ഹരേ കൃഷ്ണ. ശ്ലോകം 75. ഈഹാശുനി മാതാ കെ കഹീല ബ്രഹ്മജ്ഞാന വിസ്മിത ഹൈയ മാതാ കരായില സ്നാന. വിവർത്തനം. ഇത് കേട്ട നിമായി മാതാവിന് ബ്രഹ്മജ്ഞാനം ഉപദേശിച്ചു. അത് കേട്ട് വിസ്മയിച്ചെങ്കിലും മാതാവ് അവനെ സ്നാനം ചെയ്യാൻ നിർബന്ധിച്ചു. ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദ് ജയ്. മഹാപ്രഭു മാതാവിനെ വിശദീകരിച്ച ഈ പരമജ്ഞാനം ശ്രീല ഭക്തി വിനോദ ഠാക്കൂർ തന്റെ അമൃതപ്രവാഹ ഭാഷ്യത്തിൽ ഇപ്രകാരം വിവരിച്ചിരിക്കുന്നു. മഹാപ്രഭു പറഞ്ഞു, മാതാവേ, ഇത് ശുദ്ധം അത് അശുദ്ധം എന്നൊക്കെയുള്ളത് വാസ്തവത്തിൽ ഒരു അടിസ്ഥാനവുമില്ലാത്ത ലൗകിക വികാരങ്ങളാണ്. ഈ കലങ്ങളിൽ ഭഗവാൻ വിഷ്ണുവിന് വേണ്ടി ഭക്ഷണം പാകം ചെയ്യുകയും അവ വിഷ്ണുവിനെ നിവേദിക്കുകയും ചെയ്തു. അപ്പോൾ ഈ കലങ്ങൾ അസ്പർശ്യമാകുന്നത് എങ്ങനെയാണ്? വിഷ്ണുവുമായി ബന്ധപ്പെട്ട എല്ലാം വിഷ്ണുവിന്റെ ശക്തിയുടെ ഒരു വിസ്തരണമായി കരുതണം. പരമാത്മാവായ വിഷ്ണു ശാശ്വതനും അമലനുമാണ്. അതുകൊണ്ട് ഈ കലങ്ങളെ ശുദ്ധമെന്നോ അശുദ്ധമെന്നോ കരുതുന്നതെങ്ങനെ? പരമജ്ഞാനത്തെക്കുറിച്ചുള്ള ഈ സംവാദം ശ്രവിച്ച മാതാവ് അത്യന്തം വിസ്മയിച്ചു. എങ്കിലും അവനെ സ്നാനം ചെയ്യാൻ നിർബന്ധിച്ചു. ശ്ലോകം 76. കഭുപുത്ര സംഗേശി കരീല ശയന ദേഖേ ദിവ്യ ലോക ആസി ഭരീല ഭവന. വിവർത്തനം. തന്റെ പുത്രനോടൊപ്പം ശയിക്കുമ്പോൾ ദേവലോകവാസികൾ അവിടേക്ക് വരുന്നതും ഭവനമാകെ തിങ്ങി നിറയുന്നതും ചിലപ്പോൾ ശചി മാതാവിന് ദൃഷ്ടി ഭവിക്കുമായിരുന്നു. ശ്ലോകം 77. ശചി ബലേയാഹ പുത്ര ബോലാഹ ബാപേരെ മാതൃ ആജ്ഞാപായിയ പ്രഭു ചലീല ബാഹിരേ. വിവർത്തനം. ഒരിക്കൽ ശചി ദേവി പുത്രനോട് പറഞ്ഞു, നിന്റെ പിതാവിനെ വിളിക്കൂ. നിമായി ഉടനെ പിതാവിനെ വിളിക്കാൻ പുറത്തേക്ക് പോയി. ശ്ലോകം 78. ചലിതേ ചരണേനു പുര ബാജേ ജൻ 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 ശുനി ചമകിത ഹൈല പിതാ മാതരമന. ഹരേ കൃഷ്ണ. വിവർത്തനം. നിമായി പുറത്തേക്ക് പോകുമ്പോൾ അവിടുത്തെ തൃപ്പാദങ്ങളിൽ നിന്ന് പാദശരത്തിന്റെ കിലുക്കം കേട്ടു. ഇത് കേട്ട മാതാവും പിതാവും അത്ഭുത സ്തംഭനായി. ഹരേ കൃഷ്ണ. ശ്ലോകം. ഹരേ കൃഷ്ണ. വേറെ ആരെങ്കിലും വായിക്കുന്നുണ്ടോ? മാറി. ഹരേ കൃഷ്ണ പ്രഭു, ഞാൻ വായിക്കും. വായിച്ചു. ഹരേ കൃഷ്ണ. ശ്ലോകം 79. മിശ്ര കഹേ ഏയ ബഡാ അത്ഭുത കഹാനി ശിശുര ശൂന്യപാദേ കേനനു പുരേരധ്വനി. വിവർത്തനം. ജഗന്നാഥ മിശ്രം പറഞ്ഞു, ഇത് വളരെ അതിശയകരമാണ്. നിമായുടെ നഗ്നപാദങ്ങളിൽ നിന്ന് എങ്ങനെയാണ് ഈ നൂപുരധ്വനി കേൾക്കുന്നത്? ശ്ലോകം 80. ശചി കഹേ ആരാ ഏക അത്ഭുത ദേഖീല ദിവ്യ ദിവ്യ ലോക ആസി അങ്കന ഭരീല.
വിവർത്തനം ശചിദേവ് പറഞ്ഞു, ഞാനും മറ്റൊരു അത്ഭുതം കണ്ടു. ദിവ്യലോകവാസികൾ ഇവിടേക്ക് വരികയും നമ്മുടെ ഗ്രഹത്തിന്റെ അങ്കണത്തിൽ തടിച്ചുകൂടി നിൽക്കുകയും ചെയ്യുന്നു. ശ്ലോകം 81. കിബ കോലാഹല കരേ ബുച്ചിത്തെ ന പാരി കഹാ കെ ബാസ്തുതി കരേ ഹനുമാന കരി. വിവർത്തനം അവർ വലിയ കോലാഹല ശബ്ദങ്ങൾ ഉണ്ടാക്കി. എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവർ ആരൊക്കെയോ സ്തുതിക്കുകയായിരുന്നെന്ന് ഞാൻ ഊഹിക്കുന്നു. ശ്ലോകം 82. മിശ്രബലെ കിച്ചു ഹൗക് ചിന്ത കിച്ചു നായി വിശംബരേര കുശല ഹൗക് ഏ മാത്ര ചായേ. വിവർത്തനം ജഗന്നാഥ മിശ്രൻ മറുപടി പറഞ്ഞു, അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട, വിഷമിക്കേണ്ട ആവശ്യമില്ല. എല്ലായ്പ്പോഴും വിശ്വംഭരന് നന്മയുണ്ടാകണം. അത് മാത്രമാണ് എനിക്ക് ആവശ്യം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അടുത്ത ആരെങ്കിലും? ഹരേ കൃഷ്ണ പ്രജി, വായിക്കട്ടെ പ്രജി. വായിച്ചോളൂ. ശ്ലോകം 83. ഏകദിന മിശ്രപുത്രേര ചാപല്യ ദേഖീയ ധർമ്മശിക്ഷാദീല ബാഹു ഫൽസന കരീയ. വിവർത്തനം ബൈസുള്ള പ്രഭാത്, ജയ്സുള്ള പ്രഭാത്. മറ്റൊരു സന്ദർഭത്തിൽ ജഗന്നാഥ മിശ്രൻ തന്റെ പുത്രന്റെ ചില കുസൃതികൾ കാണാനിടയായി. അപ്പോൾ അദ്ദേഹം നിമായിയെ വല്ലാതെ ശാസിക്കുകയും അവന് ധർമ്മപാഠങ്ങൾ പഠിപ്പിക്കുകയും ചെയ്തു. ശ്ലോകം 84. രാത്രേ സ്വപ്ന ദേഖേ ഏക ആസി ബ്രാഹ്മണ മിശ്രേര കഹയെ കിച്ചു സരോഷ വചന. വിവർത്തനം ബൈസുള്ള പ്രഭാത്, ജയ്സുള്ള പ്രഭാത്. ഒരു ബ്രാഹ്മണൻ രോഷത്തോടെ തന്നോട് ചില വാക്കുകൾ പറയുന്നതായി ആ രാത്രിയിൽ ജഗന്നാഥ മിശ്രൻ സ്വപ്നം കണ്ടു. 85. മിശ്ര തുമി പുത്രേര തത്വ കിച്ചുയിന ജാന ഫൽസന താടന കര പുത്ര കരിമാന. വിവർത്തനം ബൈസുള്ള പ്രഭാത്, ജയ്സുള്ള പ്രഭാത്. ഹേ മിശ്രേ, നിന്റെ പുത്രനെ കുറിച്ച് നിനക്കൊന്നും അറിയില്ല. അവൻ നിന്റെ പുത്രനാണെന്ന് നീ വിചാരിക്കുന്നു. അതുകൊണ്ട് നീ അവനെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ശ്ലോകം 86. മിശ്രാക്കേ ദേവാസിദ്ധ മുനി കേനായ യേസേ ബഡ ഹൗക് മാത്ര ആമാര തനയ. വിവർത്തനം ബൈസുള്ള പ്രഭാത്, ജയ്സുള്ള പ്രഭാത്. ജഗന്നാഥ മിശ്രൻ മറുപടി പറഞ്ഞു, ഈ കുട്ടി ഒരു ദേവനോ സിദ്ധനോ മുനിയോ ആയിരിക്കാം. അവൻ എന്താണെന്നത് എനിക്ക് പ്രശ്നമല്ല. കാരണം എനിക്കവൻ എൻ്റെ പുത്രൻ മാത്രമാണ്. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. വായിക്കുക. വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഹരേ കൃഷ്ണ പ്രഭു, വായിക്കട്ടെ. വായിച്ചോളൂ. ശ്ലോകം 87. പുത്രരലാളന ശിക്ഷ പിതാര സ്വധർമ്മ ആമിന ശിഖാലേ കൈച്ചേ ജനിഭേധർമ്മ. വിവർത്തനം പുത്രനെ ലാളിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യേണ്ടത് പിതാവിന്റെ ചുമതലയാണ്. ഞാൻ ശിക്ഷണം നൽകിയില്ലെങ്കിൽ ധർമ്മത്തെക്കുറിച്ച് അവനെങ്ങനെ അറിയും? ശ്ലോകം 88. വിപ്രക ഹേ പുത്ര യദി ദൈവസിദ്ധായ സ്വതസിദ്ധ ജ്ഞാന തഭേ ശിക്ഷ വ്യർത്ഥായ. വിവർത്തനം വിപ്രൻ മറുപടി പറഞ്ഞു, നിങ്ങളുടെ പുത്രൻ ഒരു ദിവ്യസിദ്ധനായ സ്വതസിദ്ധജ്ഞാനിയാണെങ്കിൽ നിങ്ങൾ നൽകുന്ന ഈ ശിക്ഷണം കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? ഭാവാർത്ഥം തന്റെ പുത്രൻ ഒരു സാധാരണ മനുഷ്യനല്ലെന്ന് ബ്രാഹ്മണൻ പറയുന്നതായി ജഗന്നാഥ മിശ്രൻ സ്വപ്നത്തിൽ ദർശിച്ചു. അവൻ ദിവ്യനായ ഒരു വ്യക്തിയാണെങ്കിൽ സ്വതസിദ്ധമായ ജ്ഞാനമുണ്ടായിരിക്കും. അതിനാൽ അവന് വിദ്യാഭ്യാസം നൽകേണ്ട ആവശ്യമില്ല. ശ്ലോകം 89. മിശ്രാക്ക ഹേ പുത്ര കേനാന ഹേ നാരായണ തഥാപി പിതാര ധർമ്മ പുത്രേര ശിക്ഷണ. വിവർത്തനം ജഗന്നാഥ് മിശ്ര മറുപടി പറഞ്ഞു, എൻ്റെ പുത്രൻ സാക്ഷാൽ നാരായണനാണെങ്കിൽ പോലും സ്വന്തം പുത്രന് ശിക്ഷണം നൽകേണ്ടത് ഒരു പിതാവിന്റെ ധർമ്മമാണ്. ശ്ലോകം 90. ഹേ കരേന ധർമ്മേര വിചാര വിശുദ്ധ വാത്സല്യ മിശ്ര നാഹി ജാനേ ആര. വിവർത്തനം ഇപ്രകാരം ജഗന്നാഥ മിശ്രനും ബ്രാഹ്മണനും സ്വപ്നത്തിൽ ധർമ്മ തത്വങ്ങൾ സംവാദം ചെയ്തെങ്കിലും വിശുദ്ധ വാത്സല്യ പ്രേമത്താൽ ജഗന്നാഥ മിശ്രൻ മറ്റൊന്നും അറിയാൻ ആഗ്രഹിച്ചില്ല. ഭവാർത്ഥം ശ്രീമദ് ഭാഗവതത്തിൽ 10:8-45 പറയുന്നു,
വേദോപനിഷത്തുകളിലെ ഉത്കൃഷ്ട മന്ത്രങ്ങളാലും സത്വഗുണത്തിൽ നിന്ന് സാഖ്യയോഗത്തിലൂടെ മഹാത്മാക്കളാലും സ്തുതിക്കപ്പെടുന്ന ഭഗവാൻ ശ്രീകൃഷ്ണനെ യശോദയും നന്ദനും തങ്ങളുടെ പുത്രനായി കരുതി. അതുപോലെ പണ്ഡിതരായ ബ്രാഹ്മണരാലും വിശുദ്ധാത്മാക്കളാലും ഭയഭക്തിയോടെ ആരാധിക്കപ്പെട്ടു ഇരുന്നെങ്കിലും ചൈതന്യ മഹാപ്രഭുവിനെ ജഗന്നാഥ മിശ്രൻ തന്റെ വാത്സല്യഭാജനമായ പുത്രനായി മാത്രം കണ്ടു. ഹരേ കൃഷ്ണ പ്രഭു. ഹരീഷ്ണ ഗോപാൽപുരം അവിടെ രണ്ട് ഇത് കണ്ടിരുന്നു, സാഖ്യത്തിന്റെ ഗ്യാപ്പും പുത്രനായി എന്നുള്ളതിന്റെ പുത്രനായി അതിന്റെ രണ്ട് നീട്ടലുണ്ട്. നാ കഴിഞ്ഞിട്ട് ദീർഘം രണ്ടെണ്ണം. അതിനു മുമ്പ് ജഗന്നാഥ മിശ്രയുടെ ഗാ വിട്ടുപോയി. അത് നമ്മൾ വിട്ടുപോയി. അതിന് ശരിയാ. അതുപോലെ ആ. 88 അവസാനം ജ്ഞാനം ഉണ്ടായിരിക്കും എന്ന് കണ്ടെടുത്ത് ഉണ്ടാ എന്നുള്ള അക്ഷരമില്ല. നൽകേണ്ട ആവശ്യമില്ല, അവിടെയും ദാ പോയി. ഏതിലായിരുന്നു അത്? 88ാമത്തെ ശ്ലോകത്തിന്റെ ഭാവാർത്ഥത്തിൽ ലാസ്റ്റ് വരും. ആ രണ്ടിടത്ത് ഉണ്ടാ പോയി. ആ, ജ്ഞാനം ഉണ്ടാ ഉണ്ടാ പോയി. ഓക്കെ ഓക്കെ. നൽകേണ്ട ആവശ്യമില്ല. ഓക്കെ. 93 വരെ ഒന്ന് വായിച്ചു നിർത്താമോ? ഓക്കെ. 3 ശ്ലോകം ആരെങ്കിലും? ഹരേ കൃഷ്ണ പ്രഭു. ആ. ശ്ലോകം 91. ഏതശുനിധി ജഗലാഹന ആനന്ദിത മിശ്ര ജാഗി അഹയില പരമവിസ്മിത. വിവർത്തനം. ഇത്രയും പറഞ്ഞതിന് ശേഷം ബ്രാഹ്മണൻ സന്തോഷവാനായി തിരിച്ചുപോയി. സ്വപ്നത്തിൽ നിന്ന് ഉണർന്ന ജഗന്നാഥ മിശ്രൻ അത്യന്തം വിസ്മയിച്ചു. ശ്ലോകം 92. ബന്ധുബാന്ധവസ്ഥാനെ സ്വപ്ന കഹില ശുനിയ സകല ലോക വിസ്മിതാഹയില. വിവർത്തനം. അദ്ദേഹം സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും ഈ സ്വപ്നം വിവരിച്ചു. അത് കേട്ട എല്ലാവരും വിസ്മയഭരിതരായി. ഈ മദ ശിശുലീല കരേ ഗൗരചന്ദ്ര ദിനെ ദിനെ പിതാമാതര ഭാടായ സാനന്ദ. വിവർത്തനം. ഇപ്രകാരം ഗൗരചന്ദ്രൻ തന്റെ ബാല്യലീലകൾ ആടുകയും മാതാപിതാക്കളുടെ സന്തോഷം അനുദിനം വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഹരേ കൃഷ്ണ പ്രഭുടെ പ്രണാം. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഇതിലൊരു പ്രധാന കാര്യം പറയാനായിരുന്നു. നമ്മള് 83 മുതൽ ഒരു ലീല വായിക്കുകയാണ്. എന്തായിരുന്നു ആ ലീല? ഈ കുസൃതി ചെയ്യണല്ലേ ഉം ഇതിന്റെ മോളിൽ? അതെ അതെ. 83 മുതൽ 93 വരെ ആ ലീലയാണ്. റൈറ്റ്. നിമായി കുസൃതി കാണിക്കുന്നു. അപ്പോ അച്ഛൻ ജഗന്നാഥ് മിശ്ര നന്നായിട്ട് ശാസിക്കുന്നു, ധർമ്മപാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു, കുട്ടിയെ ശരിയായ രീതിക്ക് അനുശാസിക്കുന്നത് എന്നുള്ളത് ഒരു പിതാവിന്റെ കർത്തവ്യമാണ്. അപ്പൊ ഒരു വാത്സല്യഭാവത്തില് അങ്ങനെ കുട്ടിയെ തിരുത്തി കൊടുക്കുന്നു. അപ്പോഴാണ് സ്വപ്നത്തിൽ ഒരു ബ്രാഹ്മണൻ വരുന്നത്. ആ ബ്രാഹ്മണൻ പറയുന്നു, നിങ്ങൾ ആരെയാണ് തിരുത്തുന്നതെന്ന് അറിയാമോ എന്ന് ചോദിക്കുന്നു. അപ്പൊ ജഗന്നാഥ് മിശ്രയുടെ മറുപടി എന്താണ്? സപ്പോസ് നമ്മളായിരുന്നു എന്നിരിക്കട്ടെ, അത് പരമദിവ്യോത്തമ പുരുഷനാണ്. ഇങ്ങനെ ഭഗവാനെ തിരുത്തി കഴിഞ്ഞാൽ നിങ്ങൾ നരകലോകത്തേക്ക് പോകും. ഭഗവാനെ അവഹേളിച്ചതിന് നിങ്ങൾക്ക് ശിക്ഷ ലഭിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? പേടിച്ച് കൺഫ്യൂഷൻ ആവും. അല്ല, ഒന്നാമത് നമ്മൾ ഭഗവാനെ തിരുത്തുവോ? ഇല്ല. അതുപോലും ഇല്ല. അയ്യോ, അറിയില്ലായിരുന്നു എന്ന് പറയും. ആ അറിയില്ലായിരുന്നു, തെറ്റ് പറ്റിയെന്ന് പറയും. അതെ. പക്ഷെ ഇവിടെ ജഗന്നാഥ് മിശ്ര എന്താണ് ചെയ്യുന്നത്? പിതാവിന്റെ ഡ്യൂട്ടി. അവന്റെ റെസ്പോൺസിബിലിറ്റിയാണ് മകനെ തിരുത്തേണ്ടതെന്നുള്ളത്. എന്നിട്ട് എന്ത് പറയുന്നു? 89 ഒരു ഭയങ്കര സ്റ്റേറ്റ്മെന്റ് പറയുന്നു.
നാരായണനാണെങ്കിൽ പോലും നാരായണനാണെങ്കിൽ പോലും സ്വന്തം സ്വന്തം പുത്രൻ പുത്രനെ ശുശ്രൂഷിക്കുന്നത് അത് ഒരു പിതാവിന്റെ ധർമ്മമാണ്. റൈറ്റ്. അപ്പൊ ഇതൊരു സ്പെഷ്യൽ കാര്യമാണ്. എന്നിട്ട് പിന്നെ 90ന്റെ ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്, എന്താണ്, വേദോപനിഷത്തുകളിലെ ഉത്കൃഷ്ട മന്ത്രങ്ങളാലും സത്വഗുണത്തിൽ സാഖ്യയോഗത്തിലൂടെ മഹാത്മാക്കളാലും സ്തുതിക്കപ്പെടുന്ന ഭഗവാൻ ശ്രീകൃഷ്ണനെ യശോദയും നന്ദനും തങ്ങളുടെ പുത്രനായി കരുതി. സോ 2 തരത്തില് ഭക്തിയുണ്ട്. ഇത് ഭക്തിയുടെ നമ്മൾ സാധന ഭക്തി, ഭാവഭക്തി, പ്രേമഭക്തി അങ്ങനെ നമ്മൾ പറയാറുണ്ട് അല്ലേ? ആദ്യം സാധന ഭക്തി നമ്മൾ പ്രാക്ടീസ് ചെയ്യാണ്, പിന്നെ ഭാവഭക്തി ഉണ്ട്. ഭാവഭക്തി കഴിഞ്ഞിട്ട് ഭാവഭക്തി വളരെ സാന്ദ്രമായി തീരുന്ന സമയത്ത് അത് പ്രേമഭക്തിയായിട്ട് തീരും ഇല്ലേ? ഇതൊക്കെ ഉപദേശാമൃതം, എന്താണത്, ഭക്തിരസാമൃത സിന്ധു, അതിൽ വായിക്കുമ്പോൾ ഈ വാക്കുകളൊക്കെ കണ്ടിട്ടുണ്ടോ ഭക്തിശാസ്ത്രമൊക്കെ പഠിച്ചവര്? റൈറ്റ്. സാധന ഭക്തി, ഭാവഭക്തി, പ്രേമഭക്തി, റൈറ്റ്, കണ്ടിട്ടുണ്ട്. ഉണ്ട് ഇങ്ങനെയൊക്കെയാണ്. പ്രഭു, കണ്ടിട്ടുണ്ട്. അതെ. അപ്പൊ ഈ പ്രേമം തന്നെ, ഭഗവാനുമായിട്ടുള്ള ബന്ധം തന്നെ, അതിൽ 2 വിഭാഗങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. റൈറ്റ്. ഇത് ഒരു അഡ്വാൻസ്ഡ് ടോപ്പിക്കാണ്, പക്ഷെ എന്നാലും ചൈതന്യ ചരിതാമൃതത്തിൽ ഇത് വിവരിക്കുന്നുണ്ട് ഇങ്ങനെ. രണ്ട് തരത്തിലുള്ള പ്രേമഭക്തി തന്നെ 2 തരത്തിലുണ്ട്. ഒന്നുകില് അതിനെ പറയുന്നത് തദീയ ഭക്തി എന്ന് പറയും, തദീയ, അല്ലെങ്കിൽ മമതാ ഭക്തി എന്ന് പറയും. എന്താണ് 2 വാക്കുകൾ? തദീയ തദീയ ഭക്തി അല്ലെങ്കിൽ മമതാ ഭക്തി. തദീയ ഭക്തി, അത് പിന്നെ മമതാ ഭക്തി, ഇങ്ങനെ 2 തരത്തില് ഉണ്ട്. സോ തദീയ ഭക്തി എന്ന് പറയുമ്പോൾ ഞാൻ ഭഗവാന്റെയാണ്, റൈറ്റ്, ഞാൻ കൃഷ്ണന്റെയാണ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഭാവത്തിലാണ് ഭക്തൻ ഉണ്ടായിരിക്കുക. ഐ ബിലോങ് ടു ദ ലോർഡ്, റൈറ്റ്, ഞാൻ ഭഗവാന്റെ സ്വന്തമാണ്, കൃഷ്ണന്റെ സ്വന്തമാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ദാസൻ, ഒരു സേവകൻ എന്നുള്ള നിലയിൽ നമ്മളെല്ലാവരും അങ്ങനെയാണ് ഭക്തി പ്രാക്ടീസ് ചെയ്യുന്നത്, ചെയ്യേണ്ടത്. റൈറ്റ്. അതായത് ഞാൻ ഭഗവാന്റെ ദാസനാണ്. നമ്മൾ പറയുന്നുണ്ട്, ഗോപി ഭർത്തു പദകമലയോർ ദാസദാസാനുദാസ. റൈറ്റ്. ഞാൻ ദാസന്മാരുടെ ഭഗവാന്റെ ദാസന്റെ ദാസനാണ് എന്നാണ് പറയുന്നത്. റൈറ്റ്. അതിനെയാണ് തദീയ ഭക്തി എന്ന് പറയുന്നത്. തദീയ എന്ന് വെച്ചാൽ അവിടുന്നിന്റെ, തദീയ അവിടുന്നിന്റെ എന്ന് വെച്ചാൽ ഭഗവാന്റെ, കൃഷ്ണന്റേതാണ് ഞാൻ എന്ന് പറയുന്നു. അപ്പൊ ഇതൊരു സ്റ്റൈൽ ഓഫ് ഭക്തിയാണ്, ഒരു ഭഗവാനോടുള്ള നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡാണത്, ഭഗവാനോടുള്ള ഒരു ഭാവം. ആ ഭക്തന് ഭഗവാനോടുള്ളൊരു ഭാവമാണ് തദീയ ഭക്തി. റൈറ്റ്. മമതാ ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? കൃഷ്ണൻ എന്റേതാണ്, റൈറ്റ്, എന്റെ സ്വന്തമാണ് എന്നുള്ള രീതിയിലുള്ള ഭക്തിയാണ് മമതാ ഭക്തി. റൈറ്റ്. അപ്പോ ഇതിൽ ഒന്ന് ശരി, ഒന്ന് തെറ്റെന്നോ, ഒന്ന് നല്ലതോ, ഒന്ന് മോശമോ എന്നോ അന്നല്ല പറഞ്ഞു വരുന്നത്. റൈറ്റ്. ഇതൊക്കെ ഭക്തിയുടെ തന്നെ വളരെ ഉന്നത നിലവാരങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പൊ ബദ്ധാവസ്ഥയില് ഇത് രണ്ടും ഇല്ല, തതിയേ ഇല്ല, മമതായേ ഇല്ല, എന്താ പറയുക, ഒരു മിശ്രഭക്തിയാണ് പലപ്പോഴും. റൈറ്റ്. ഭക്തി ചെയ്യുന്നതുകൊണ്ട് എൻ്റെ പാപങ്ങൾ മാറിക്കിട്ടണേ, എൻ്റെ കുടുംബത്തിൽ ഐശ്വര്യവും സൗഖ്യവും വരണേ, എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കണേ, എൻ്റെ ആരോഗ്യം നന്നായിരിക്കണേ എന്നുള്ളൊരു ഭാവം ഈവൻ ഭക്തനായിരുന്നാൽ പോലും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിനകത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. തീർച്ചയായും ഉണ്ട്. ഉണ്ട്. റൈറ്റ്. അപ്പൊ അത് നമ്മൾ ആദ്യം ആത്മാർത്ഥമായിട്ട് പറയുക, എനിക്ക് അങ്ങനെയൊന്നും ഇല്ല, ഞാൻ വലിയൊരു ഡിവോട്ടിയാണ് പറയുന്നവർ പറയട്ടെ. പക്ഷേ നമ്മുടെ ഹൃദയം നോക്കിയാൽ അറിയാം, റൈറ്റ്, ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് പറയുന്നത് ഈ തദീയ ഭക്തി, മമതാ ഭക്തി എന്ന് പറയുന്നത്. അപ്പോ ഇത് രണ്ടും വളരെ ഉന്നത നിലവാരത്തിലുള്ള ഭക്തി തന്നെയാണ്. പക്ഷെ തമ്മില് ഏതിനാണ് മാധുര്യം കൂടുതൽ? ആദ്യത്തെ തദീയ ഭക്തിക്ക്. തദീയ ഭക്തിക്കാണോ മമതാ ഭക്തിക്കാണോ? മാതാജി പറഞ്ഞത് തദീയ ഭക്തി. ശരി, ഓക്കെ. മറ്റെന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? മമതാ ഭക്തി. കാര്യം അത് 2 ഉള്ളൂ, റൈറ്റ്. ഏതെങ്കിലും ഒന്നില്ലെങ്കിൽ മറ്റൊന്നാണെന്ന് പറയും, റൈറ്റ്.
പക്ഷേ മമതാ ഭക്തിക്കാണ് കൂടുതൽ മാധുര്യം എന്ന് പറയാറുണ്ട്. ഭഗവാനും ഇഷ്ടം അതാണ്. കൃഷ്ണൻ എന്റേതാണ് എന്ന് പറഞ്ഞ് ഇവിടെ നന്ദമഹാരാജാവും യശോദമാതാവും പറയുന്നു. മനസ്സിലായില്ലേ? ഞങ്ങളാണ് മാതാപിതാക്കൾ, അതുകൊണ്ട് കൃഷ്ണൻ ഞങ്ങൾ പറയുന്നത് കേൾക്കണം എന്ന് പറഞ്ഞിട്ട് കൃഷ്ണന്റെ മുകളിൽ ഒരു പൊസസീവ്നെസ്, റൈറ്റ്, എന്റേതാണ് എന്ന് പറയുന്ന ഒരു പൊസസീവ് ആറ്റിറ്റ്യൂഡ്, അത് ഭഗവാന് വളരെ ഇഷ്ടമാണ്. ആ നിലവാരത്തിലുള്ള ഭക്തിക്ക് ഈവൻ കൂടുതൽ മാധുര്യം വർദ്ധിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്കിവിടെ ജഗന്നാഥ് മിശ്ര ആ ബ്രാഹ്മണനോട് സംസാരിക്കുന്നത് നമ്മൾ കേട്ടു അല്ലെ? ചൈതന്യ മഹാപ്രഭുവിനെ നിമായിനെ ശാസിച്ചത്, നിമായി ആരാണെന്ന് അറിയാതെ ശാസിച്ചതിന് സ്വപ്നത്തിൽ ഒരു ബ്രാഹ്മണൻ വന്ന് തിരുത്താൻ ശ്രമിക്കുന്നു ജഗന്നാഥ് മിശ്രയെ. അപ്പൊ ജഗന്നാഥ് മിശ്ര പറയുന്ന മറുപടികൾ നോക്കിയിട്ട് ജഗന്നാഥ് മിശ്രയുടെ ഭക്തി ഇത് ഏത് ഭാവത്തിലാണ്? തദീയാണോ മമതയാണോ? മമത. മമത. മമതാ ഭക്തി. മമതാ ഭക്തി. മമതാ ഭക്തി. അപ്പോ ചിലപ്പോഴൊക്കെ നമ്മള് അമ്പലത്തിൽ പോകുമ്പോ, ഗുരുവായൂർ പോകുമ്പോ കേൾക്കാറുണ്ട്, എന്റെ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞ് ചിലവർ പ്രാർത്ഥിക്കാറുണ്ട് അല്ലെ? അതൊരു അതൊരു ഡൗട്ടായിട്ട് മമതാ ഭക്തിയുടെ ലക്ഷണമാണ്. പക്ഷേ എന്റെ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം പിന്നെ പോയി ബാക്കി എല്ലാ കാര്യങ്ങളും, ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ എന്റെ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം മമതാ ഭക്തി ആയില്ല, റൈറ്റ്? അങ്ങനെയല്ല പറയുന്നത്. പക്ഷെ ആ പറയുന്ന രീതി, അതിന്റെ ഒരു ആ പറയുന്ന എന്താ പറയുക, ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് മമതാഭാവമാണ്. പക്ഷെ അതുകൊണ്ട് മാത്രം ഭക്തൻ മമതാഭാവത്തിലായി എന്ന് പറഞ്ഞ് നമ്മൾ മനക്കോട്ട കെട്ടരുത്. നമ്മളും ചിലപ്പോൾ വിചാരിക്കും എന്താണ്, ഞാൻ വലിയ ഭക്തയായി എന്ന് പറഞ്ഞ് ചിലപ്പോൾ നമുക്ക് വിചാരിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള രീതിയിലല്ല പറയുന്നത്. പൂർണ്ണമായിട്ടും ഭൗതിക ബന്ധനത്തിൽ നിന്ന് മുക്തമായ ശേഷം അങ്ങനെയുള്ളൊരവസ്ഥയിൽ ഉള്ള ഭക്തന്റെ കാര്യങ്ങൾ, ആ രണ്ട് വിഭാഗങ്ങളാണ് അവിടെ പറയുന്നത്. മനസ്സിലായില്ലേ? സാധനാഭക്തിയൊക്കെ കഴിഞ്ഞ് ഭാവഭക്തിയൊക്കെ അതിൻ്റെ ഒരു പരിപൂർണതയിൽ എത്തിയ ശേഷം വന്നിരിക്കുന്ന ഭക്തന്മാർക്ക് അവരുടെ ഭാവത്തിൽ ഇങ്ങനെ രണ്ട് തരം ഉണ്ടാകാം. ചിലത് മമതയായിരിക്കാം, ചിലത് തതിയായിരിക്കാം. ഒന്ന് ശരി ഒന്ന് തെറ്റെന്നല്ല പറയുന്നത്, വീണ്ടും ആവർത്തിക്കുകയാണ്. പക്ഷെ ഇതിൽ മമതാ ഭക്തിക്ക് കുറച്ചുകൂടി എന്താ പറയുക, അതിന് കൂടുതൽ മാധുര്യമേറും. ഭഗവാനും കൂടുതൽ മമതാ ഭക്തിയാണ് ഇഷ്ടം. അപ്പോ അങ്ങനെയുള്ളൊരു മമതാ ഭക്തി, സാധാരണ വൈകുണ്ഠത്തിലുള്ള നാരായണനോടൊക്കെ മമതാ ഭക്തി ഉണ്ടാവാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാര്യം ഭഗവാനാണെന്ന് നന്നായിട്ട് അറിയാം. എൻ്റെ ഭഗവാൻ എങ്ങനെ പറയും, റൈറ്റ്? ഭഗവാൻ എന്ന് വരുന്ന സമയത്ത് അത് ദാസ്യം നമുക്ക് സ്വാഭാവികമാണ് അല്ലെ? സർവേശ്വരൻ, അഖിലാണ്ടകോടി ബ്രഹ്മാണ്ട നായകൻ എന്നൊക്കെ പറയുന്ന സമയത്ത് നാച്ചുറലി നമ്മൾ എന്താവും, ഭഗവാനെ ഞാൻ ദാസൻ എന്ന് പറഞ്ഞ് വരും, റൈറ്റ്? അപ്പോൾ തദീയ ഭക്തിയാണ് നാച്ചുറലി വൈകുണ്ഠങ്ങളിലും എല്ലായിടത്തും ഉണ്ടാവുക. അതിൽ തെറ്റില്ല, അത് സ്വാഭാവികമാണ്. മമതാ ഭക്തി വളരെ 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 അപൂർവമാണ്, റൈറ്റ്? റെയർ ആണ് മമതാ ഭക്തി. മമതാ ഭക്തിയിലും തന്നെ പല രീതിയിലും നമുക്ക്, പ്രത്യേകിച്ച് കൃഷ്ണനെ സംബന്ധിച്ച് മമതാ ഭക്തിക്ക് കൂടുതൽ സാധ്യതകളുണ്ട്. ശ്രീരാമചന്ദ്ര ഭഗവാനോട് മമതാ ഭക്തിയുള്ള ഭക്തന്മാരുണ്ടായിരുന്നു. സീതാദേവി വിചാരിച്ചിരുന്നു എന്റെ രാമൻ എന്ന് വിചാരിച്ചിരുന്നു. അതുപോലെ കൗസല്യ, ഈവൻ കൈകേയി പോലും അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്, എന്റെ രാമൻ എന്നുള്ള രീതിയിലാണ് വിചാരിച്ചിരുന്നത്. അപ്പൊ അങ്ങനെ ഭഗവാന്റെ ചില സ്പെഷ്യൽ അവതാരങ്ങൾക്ക് മാത്രം, അതുകൊണ്ടാണ് രാമാവതാരം, കൃഷ്ണ, ചൈതന്യ മഹാപ്രഭു ഒക്കെ വളരെ സ്പെഷ്യൽ. കാര്യം മമതാ ഭക്തിക്കുള്ള ഒരു സാഹചര്യം ആ ലീലകളിലുണ്ട്. മനസ്സിലായില്ലേ? സോ അങ്ങനെ വരുന്ന സമയത്ത് കൃഷ്ണനുമായിട്ടുള്ള പല രീതികളിലുള്ള ഭക്തന്മാര് നമുക്ക് കാണാം. മധുരയിലുള്ള ഭക്തന്മാര് കാണാൻ സാധിക്കും. ദ്വാരകയിൽ ഭഗവാന്റെ പത്നിമാരും ഭഗവാന്റെ അടുത്തുള്ള, കൃഷ്ണന്റെ അടുത്തുള്ള പലതരത്തിലുള്ള ഭക്തന്മാർക്കും ഈ മമതാ ഭക്തി പല രീതിയിൽ അവർ പ്രദർശിപ്പിച്ചിരുന്നു. പക്ഷേ ഏറ്റവും ഉയർന്ന മമതാ ഭക്തി എന്ന് പറയുന്നത്, അവിടെ മമത മാത്രമേ ഉള്ളൂ, അവിടെ തദീയ ഭക്തി തന്നെ ഇല്ല എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് എന്ത്? വ്രജം, വൃന്ദാവനം, റൈറ്റ്? അവിടെ വ്രജഭക്തി എന്ന് പറയുന്നത് മൊത്തം മമതാ ഭക്തിയാണ്. കൃഷ്ണൻ അത് നമ്മുടെ വീട്ടിനടുത്ത അയൽപക്കക്കാരനായ ആ കുസൃതി കുട്ടി എന്നുള്ള രീതിയിൽ
ആ ഒരു വാത്സല്യത്തോടെ, അത് നമ്മുടെ ആള് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു വാത്സല്യത്തോടെ മമതാഭക്തി മാത്രം നിറഞ്ഞു നിൽക്കുന്നതാണ് ഒറിജിനൽ വൃന്ദാവനം വ്രജം. അതിൽ തന്നെ ഏറ്റവും ഉയർന്ന മമതാഭക്തിയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ പറയുന്ന പോലെ സഖ്യരസത്തിലും വാത്സല്യരസത്തിലും മാധുര്യരസത്തിലും ഒക്കെ ഉള്ള ആ ഒരു ശൃംഗാര രസത്തിലൊക്കെ ഉള്ള മമതാഭക്തി. ഇതിനെക്കുറിച്ചൊക്കെ ഭക്തിരസാമൃത സിന്ധു എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വളരെ വിശദമായിട്ട് ശാസ്ത്രീയമായിട്ട് എഴുതപ്പെട്ടിട്ടുണ്ട്. അത് ശ്രീല രൂപഗോസ്വാമി അത് നമുക്ക് തരികയും ശ്രീല പ്രഭുപാദ് അതിനെ നെക്ടർ ഓഫ് ഡിവോഷൻ എന്ന് പറയുന്ന ഒരു സംഗ്രഹ പഠനമായിട്ട് അവതരിപ്പിക്കുകയും പിന്നെ അതിനുശേഷം മറ്റ് ആചാര്യന്മാരും ഹിസ് ഓണേഴ്സ് ഭാനുസ്വാമി മഹാരാജ് ഒറിജിനൽ മൂലം ശ്ലോകങ്ങൾ ഭക്തിരസാമൃത സിന്ധുവിന്റെ മൂല ശ്ലോകങ്ങൾക്ക് തന്നെ വിവർത്തനം കൊടുത്ത് മഹാരാജ് ട്രാൻസ്ലേറ്റ് ചെയ്ത ബുക്സ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഇവരുടെയൊക്കെ കാരുണ്യം കാരണം നമുക്ക് ഈ കാര്യങ്ങളൊക്കെ കേൾക്കാനെങ്കിലും സാധിക്കുന്നു. റൈറ്റ്? അതിനർത്ഥം കേട്ടത് കൊണ്ട് മാത്രം ഞാൻ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഞാൻ ഗോപികയായി മാറി, ഞാൻ മമതാഭക്തിയായി മാറി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നാളെ മുതൽ പറഞ്ഞു നടക്കണം എന്നല്ല പറയുന്നത്. പക്ഷെ നമ്മളിത് അറിയണം. കാരണം അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ആഗ്രഹിക്കാൻ സാധിക്കുള്ളൂ. ആ യോഗ്യതയ്ക്ക് വേണ്ടി നമുക്ക് എന്താ പറയാ, ആഗ്രഹം ഹൃദയത്തിൽ വളർത്താൻ സാധിക്കുകയുള്ളൂ. പക്ഷെ ആ പോകുന്ന വഴിക്ക് നമ്മുടെ ഭൗതിക കൽമഷങ്ങളും മാലിന്യങ്ങളും എല്ലാം, ആ പ്രോസസ്സിനൊന്നും ഇളവില്ല, അതുവഴി തന്നെ പോകണം. പക്ഷെ നമുക്ക് ഈ ലക്ഷ്യം അറിഞ്ഞിരുന്നാൽ നമുക്ക് ഇങ്ങനെയൊക്കെ ഭഗവാനുമായിട്ട് ബന്ധപ്പെടാനുള്ള സാധ്യതകൾ ഉണ്ട്, ഇങ്ങനെയും ഭക്തന്മാരുണ്ട് എന്നുള്ള അറിവ് വളരെ പ്രധാനമാണ്. കാര്യം ആ അറിവുണ്ടെങ്കിലല്ലേ നമുക്ക് ആഗ്രഹം ഉണ്ടാവുള്ളൂ. റൈറ്റ്? അറിവിൽ ഒരു വസ്തു ഉണ്ടെന്ന് നമുക്ക് അറിവേ ഇല്ലെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ആഗ്രഹിക്കാൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ആ ഭാവത്തിൽ ഇതൊക്കെ കേട്ട് മനസ്സിലാക്കാൻ ചൈതന്യ ചരിതാമൃതം നമുക്കൊരു അവസരം തരികയാണ്. ഹരേ കൃഷ്ണ. ഇപ്പൊ തൽക്കാലം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എൻ്റെ ശീല പ്രഭുപാദർ, റൈറ്റ്, എൻ്റെ മഹാമന്ത്രം, എൻ്റെ ഹരേ കൃഷ്ണ മഹാമന്ത്രം, അങ്ങനെ നമുക്ക് ആ രീതിയിൽ നമുക്ക് ഇപ്പൊ നമ്മൾ ഇത് വായിക്കുന്നു, എൻ്റെ ചൈതന്യ ചരിതാമൃതം, അങ്ങനെ നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ചില കാര്യങ്ങൾക്ക് നമുക്ക് ഒരു തദീയ ഭാവം നമുക്ക് സ്വീകരിക്കുന്നതിൽ തെറ്റില്ല. റൈറ്റ്? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. പൊതുവെ നമ്മള് എന്റെ കൃഷ്ണ എന്ന് വിളിക്കും, പക്ഷെ എന്റെ രാമ എന്ന് വിളിക്കാറുണ്ടോ പതിവായിട്ട്? ചുരുക്കമാണത്. വിളിക്കുന്നവരുണ്ട്, നോർത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഹേ രാമ ഹേ കൃഷ്ണ എന്ന് പറയും. അത് പക്ഷെ കേരളത്തിലെ എന്റെ രാമാന്നോ എന്റെ ഈശ്വരാന്നോ എന്റെ ഭഗവാനെ എന്ന് പറയും. പക്ഷെ എന്റെ ഈശ്വര എന്ന് പറയുന്നത് ചുരുക്കമാണ്. എന്റെ ഈശ്വര എന്ന് പറയാൻ തോന്നില്ലല്ലോ. അതാണ് നേരത്തെ പറഞ്ഞത്. ഈശ്വര എന്ന് പറയുമ്പോഴേക്കും എന്തായി അവിടെ? ഫുൾ കൺട്രോളറായി. ഒരു കൺട്രോളറായി, നമ്മൾക്ക് അനുഗ്രഹം തരുന്ന വ്യക്തിത്വമായി, നമ്മൾക്ക് മുകളിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അപ്പൊ തന്നെ എൻ്റെ നമുക്ക് പറയുന്നതിലൊരു ഭാവ, എന്താ പറയാ, ഭാവം ചേരുന്നില്ല അവിടെ. ശരിയല്ലേ? അതെ അതെ അതെ. അതാണ് കാര്യം. ഭൗതിക ലോകത്തിൽ പക്ഷെ ഈ എൻ്റെ എന്നുള്ളൊരു ഭാവം, മമതാഭാവം നമുക്കൊരിക്കലും നമുക്കൊരിക്കലും ഇല്ലാതാവില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഈ ഭൗതിക ലോകത്തിൽ നമ്മൾ എൻ്റെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ശരിയല്ലേ? എൻ്റെ കേരളം, എൻ്റെ എന്തോന്നാണ്, എൻ്റെ കാറ്, എൻ്റെ ഫോൺ, എൻ്റെ കുടുംബം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. റൈറ്റ്? അപ്പൊ നമുക്ക് ഈ ഒരു അറിവില്ലാത്തപ്പോ നമ്മൾ എന്ത് വിചാരിക്കും? നമുക്ക് ഇതിനെയൊക്കെ സംബന്ധിച്ചേ നമുക്ക് എൻ്റെ എന്ന് പറയാൻ പറ്റുള്ളൂ. ഭഗവാന്റെ കാര്യം വരുമ്പോ അയ്യോ ഈശ്വര ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് നമ്മള് അവിടെ എൻ്റെ എന്നുള്ളത് നമുക്ക് പറയാൻ തോന്നില്ല. ചിലപ്പോൾ നമ്മൾ വ്യവഹാരം കൊണ്ട് നമ്മൾ എൻ്റെ എന്ന് പറയും. പക്ഷെ ഇവിടെ ശാസ്ത്ര അടിത്തറ നമുക്കത് കിട്ടുന്നുണ്ട് ഇവിടെ ഈ വായനകളിൽ നിന്ന്. റൈറ്റ്? അത് അറിഞ്ഞിരിക്കുക, ആഗ്രഹിക്കുക, പക്ഷെ എടുത്തു ചാടരുത്. നമ്മൾ ചെയ്യേണ്ട ഭക്തി യഥാവിധി ചെയ്യുക. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. വെളിയിലുള്ളവരൊക്കെ എന്റെ കൃഷ്ണ എന്നൊക്കെ പറയും. പക്ഷെ അവരുടെ എത്ര ഭക്തി ഉണ്ടെന്ന് ഇവിടൊക്കെ ഈ സപ്താഹം നടത്തുമ്പോഴൊക്കെ എന്റെ കൃഷ്ണ എന്ന് വിളിച്ച് ഭയങ്കര കരച്ചിൽ കേൾക്കാം. അപ്പൊ അത് ഇതുമായിട്ടുള്ള വ്യത്യാസം ഞാൻ ഓർക്കുമായിരുന്നു പ്രഭു. നമുക്കറിയില്ല, അതിൽ ചിലവര് ചിലപ്പോൾ ആത്മാർത്ഥമായിട്ട് വിളിക്കുന്നവരായിരിക്കാം. അങ്ങനെയുള്ളവരെ ഭഗവാൻ കൊണ്ടുവരും. പക്ഷേ
ഒരുപക്ഷെ ഇങ്ങനെയായിരിക്കും, എന്നോ ഒക്കെ നമ്മളൊക്കെ വിളിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ആരെങ്കിലും ഒക്കെ വിളിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കും നമുക്ക് പ്രഭുപാദരെ കിട്ടിയതും ഈ ഗ്രന്ഥങ്ങളൊക്കെ കിട്ടിയതും. അങ്ങനെ നമുക്ക് കണ്ടൂടെ? തീർച്ചയായും പ്രഭു, അതുകൊണ്ട് മാത്രമാണ്. അതെ. ഹരേ കൃഷ്ണ പ്രഭു, പ്രണാം. പ്രഭു, ഈ മമതാ ഭക്തി തദീയ ഭക്തി പറഞ്ഞപ്പോ വീണ്ടും എനിക്കൊരു കൺഫ്യൂഷൻ വന്നു. അതായത് ഞാനൊരു ക്ലാസ്സിൽ കേട്ടിരിക്കണം, ഭഗവാൻ കൃഷ്ണൻ എന്റേതാണ്, അങ്ങനെ പൊസസീവ്നെസ്സോടുകൂടി പറയാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല പറയേണ്ടത്, ഭഗവാൻ എന്റെയാണ്. അപ്പൊ പ്രഭു പറഞ്ഞപ്പോ മമതാ ഭക്തിയും തദീയയിലേക്ക് പോയില്ലേ, ഭഗവാൻ എന്റെയാണ് എന്ന് പറയുമ്പോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, തദീയ ഭക്തി എന്ന്. അല്ല, ഭഗവാൻ അതല്ല, എന്ന് പറയുന്നതാണല്ലോ മമതാ ഭക്തി. അത് തന്നെയാണോ? അല്ല, പ്രഭു പറഞ്ഞ ഞാൻ ഭഗവാന്റെ സ്വന്തമാണെന്ന്. അതാണ് തദീയ. തദീയ അതില് ഭഗവാനല്ലേ വെച്ചാല് തദീയ എന്ന് വെച്ചാല് അവിടുത്തേത്, അവിടുത്തേത്. അവിടുന്നിന്റേത്. മനസ്സിലായി. അതാണ് അതെ, തദീയ. മമത എന്ന് വെച്ചാൽ എന്റേത്. മമത എന്ന് വെച്ചാൽ എന്റേത്. എന്റേത്. അപ്പൊ അതില് ഞാൻ ഇതില് ഇനി ഒരിക്കൽ കേട്ടോ, എന്റെ തെറ്റാണോന്ന് അറിയില്ല, എന്റെ എന്ന് പറയണതിൽ ഭേദം ഭഗവാന്റെ ആണ് ഞാൻ എന്ന് കരുതുന്നതാണ് കുറച്ചും കൂടെ ലെവലിലുള്ള, ഹയസ്റ്റ് ലെവലുള്ള ഭക്തി എന്ന്. എന്റെ കൃഷ്ണൻ എന്ന് പറയുന്നപ്പോ പറഞ്ഞല്ലോ പ്രഭു, ഞാൻ ഏതിലാന്നറിയില്ല, ഏതോ ഒരു ലെക്ചറിൽ കേട്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇസ്കോൺ തന്നെ, അല്ലാണ്ടൊന്നും കേൾക്കാറില്ല കേട്ടിട്ടുണ്ട് പ്രഭുജി. ഹരേ പ്രഭു. കൃഷ്ണ. പിന്നെ ഒരു പോയിന്റ് കൂടെ പറഞ്ഞോട്ടെ പ്രഭു. അതുപോലെ അത് ഫോർ എക്സാമ്പിൾ എനിക്കൊന്ന് ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ അർച്ചാ വിഗ്രഹത്തെ നമ്മൾ ഇപ്പൊ ഗുരുവായൂർ തന്നെ പോയിട്ട് അയ്യോ ഞാൻ ഭഗവാനെ കണ്ടില്ല, എന്റെ ഗുരുവായൂരപ്പനെ ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞ് നമ്മൾ വിഷമിക്കും. പക്ഷെ അപ്പൊ നമ്മൾ ചിന്തിക്കുക, അതല്ല, ഭഗവാൻ നമ്മൾ വന്ന എല്ലാവരെയും കാണുന്നുണ്ട്. നമ്മുടെ കണ്ണുകൾക്ക് ഭഗവാനെ നമുക്ക് തിരക്കിൽ കാണാൻ പറ്റിയില്ലെങ്കിലും ഭഗവാൻ നമ്മളെ കാണുന്നുണ്ട് എന്ന് കരുതിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ അത് ഈ കോണ്ടെക്സ്റ്റില് അങ്ങനെ എടുക്കാൻ പാടില്ലേ, ഈ മമതാ ഭക്തിയും തദീയ ഭക്തി? അല്ല, ഇത് ഇതാണ് പറയുന്നത് എന്ന് വെച്ചാൽ ഭഗവാനെ തൊഴാൻ പറ്റിയോ, തൊഴുതോ തൊഴുതില്ലയോ എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തി അല്ല ഇവിടെ മമതാ ഭക്തിയെയും ഭക്തിയെയും വിലയിരുത്തുന്നത്. ഇതിനൊക്കെ മേലെ പ്രേമ നിലവാരത്തിലുള്ള ഒരു ഭക്തൻ, അവരുടെ കാര്യമാണ് പറയുന്നത്, റൈറ്റ്? അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് ഒരു സാധന ഭക്തന്മാരുടെ രണ്ട് നിലവാരങ്ങളെ കുറിച്ചല്ല പറയുന്നത്. ശരിക്കും കുറച്ചുകൂടി കൂടിയ ഒരു ഭാവത്തിന്റെ ലെവലാണ് അല്ലെ, ഭാവത്തിന്റെ ഒരു കൂടിയ ലെവലിലാണ്. ഉയർന്ന തലമായിരിക്കും. ഭാവത്തിനും ഉയർന്നതാണോ പ്രഭു? ഭാവത്തിനും അപ്പുറത്താണ് അല്ലേ പ്രഭു? അതെ. ഇത് രണ്ടാമത്തെ പറയുമ്പോഴേ പൊസസീവ്നെസ് തോന്നുക പ്രഭു, എന്റെ സംശയമാണ്. മമതാ ഭക്തി എന്ന് പറയുമ്പം എന്റെ കൃഷ്ണൻ എന്റെ എന്ന് പറയുമ്പോൾ പൊസസീവ്നെസ് അല്ലേ? മറ്റേതിൽ വരുവോ? മറ്റേത് തദീയ ഭക്തിയിൽ വരില്ലല്ലോ അങ്ങനെ. എന്താണോ പ്രഭു, നമ്മളെ ഇസ്കോണി കേട്ടപ്പോ തൊട്ടേ നമ്മള് ദാസാനുദാസൻ എന്നുള്ളത് കേട്ട് മനസ്സ് അതിലാണ് നമ്മുടേത്. അതാണ് ഇങ്ങനെ തോന്നുന്നത്, അതാണ് തോന്നുന്നത് പ്രഭു. അത് തെറ്റല്ല, അത് ശരിയാണ്, അതാണ് ശരി. അതേസമയം ഇതുമുണ്ട് എന്നിവിടെ പറയുന്നുണ്ട്. അതാണല്ലോ പ്രഭു പറഞ്ഞല്ലോ, ഏറ്റവും അതായത് ജനറലി നാച്ചുറലി എല്ലായിടത്തും കൂടുതലുള്ളത് തദീയ ഭക്തിയാണ്, വളരെ റെയർ ആണെന്ന് എടുത്തു പറഞ്ഞിരുന്നു പ്രഭു. ഈ മമതാ ഭക്തി വളരെ കുറവാണ്. അപ്പൊ നമ്മൾ കൂടുതലും ശീലിക്കുക അല്ലെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പോകുന്നത് തദീയ ഭക്തിയിലായിരിക്കും നമ്മൾ പോകുന്നത്. പക്ഷെ ഇത് കുറച്ച് വ്യക്തികളിൽ എക്സാമ്പിളും പറഞ്ഞല്ലോ. ഗോലോക വൃന്ദാവനം എന്ന് പറയുമ്പം അവിടെ ഈ തദീയ മമതാ ഭക്തിയാണല്ലേ ബ്രോ? അതായത് മമതാ ഭക്തി എന്ന് പറഞ്ഞാല് പ്രശ്നം എന്ന് വെച്ചാൽ ഭഗവാന്റെ ഒരു വിശേഷാൽ അനുമതി ഇല്ലാതെ, ഭഗവാനും കൂടെ വഴങ്ങിക്കൊടുക്കാതെ ഒരിക്കലും മമതാ ഭക്തി കിട്ടില്ല. മനസ്സിലായില്ലേ കാര്യം? ഒരു ഭക്തന് മമതാ ഭക്തി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ ഭക്തൻ പറയുന്നതൊക്കെ ഭഗവാൻ അനുസരിച്ചേ പറ്റൂ. മമതാ ഭക്തി എന്ന് വെച്ചാൽ ഭഗവാനെ സംബന്ധിച്ച് ഒരു ബ്ലാങ്ക് ചെക്കിൽ സൈൻ ചെയ്ത് കൊടുക്കുന്ന പോലെയാണ്, അല്ലേ? ഒരു എംപ്റ്റി ചെക്ക് സൈൻ ചെയ്ത് കൊടുക്കുന്ന പോലെയാണ്. ആ എന്ത് പൈസ എഴുതിയെടുക്കും എന്ന് പറയുന്ന പോലെ. അപ്പോ അത്രയും പരിശുദ്ധരായ ഭക്തന്മാർക്ക് മാത്രമേ ഭഗവാൻ മമതാ ഭക്തി എന്നുള്ളത് കൊടുക്കുകയുള്ളൂ. പക്ഷേ ചൈതന്യ മഹാപ്രഭു അത്രയും ഉന്നതമായ മമതാ ഭക്തിയെ ഒരു യോഗ്യതയുമില്ലാത്ത പതിതന്മാർക്ക് പോലും
ഒരു സാധ്യത തുറന്നു കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭുവിനെ നമോ മഹാവധാന്യായ കൃഷ്ണപ്രേമപ്രദായത്തെ കൃഷ്ണായ കൃഷ്ണ ചൈതന്യ നാമിനേ ഗൗരത്വിഷേ നമഃ. വൃന്ദാവനത്തിൽ തന്നെ വൃന്ദാവനത്തിന്റെ വളരെ അപൂർവമായിട്ടുള്ള ആ വ്രജഭക്തി എന്ന് പറയുന്ന സാധനം, ഈ പറയുന്ന പോലെ കൃഷ്ണൻ എന്റേത്, മനസ്സിലായില്ലേ? നമുക്കറിയാം, ഈ രുക്മിണി ദേവി ഒരു പ്രാവശ്യം ഒരു ലീല നമ്മൾ കേട്ടിട്ടുണ്ടാവും. കൃഷ്ണനെ വിൽക്കാൻ പോയത് ഒരു ത്രാസിൽ വെച്ചിട്ട്, എന്താണ് ഒരു കഥ? സത്യഭാമ എന്നൊരു കഥ. സത്യഭാമയല്ലേ? സത്യഭാമ. അവസാനം ഒരു തുളസി വെച്ചിട്ട് രുക്മിണി ദേവി ജയിക്കും. സ്വന്തമാക്കി. അപ്പൊ ആലോചിച്ച് നോക്കൂ, അത്രയും വലിയൊരു ഇത് കൃഷ്ണനെ സ്വന്തമാക്കി എന്റെ സ്വന്തം എന്ന് പറഞ്ഞ് വിൽക്കാൻ പോലും, കൃഷ്ണനെ വിൽക്കാൻ പോലും അവകാശമുള്ള വ്യക്തി. നമ്മുടെ പേരിലാണെങ്കിലല്ലേ നമുക്ക് വിൽക്കാൻ പറ്റുള്ളൂ. നേരത്തെ നമ്മൾ കണ്ടു, കുറച്ചു മുമ്പ് 2-3 അധ്യായങ്ങൾക്ക് മുമ്പ് ശിവാനന്ദ സേനെ കുറിച്ചിട്ടാണോ പറഞ്ഞത്? ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിന്റെ സ്വന്തമാണ്, ഭഗവാൻ തദീയ ഭക്തി കാണിക്കുകയാണ്. മനസ്സിലായില്ലേ? ഭഗവാൻ പറയുന്നു ഈ ഭക്തന്റെ സ്വന്തമാണ് ഞാൻ, ആ ഭക്തൻ എന്നെ വേണമെങ്കിലും വിറ്റോട്ടെ, എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. എനിക്ക് ഓർമ്മയില്ല ശിവാനന്ദ സേനെ കുറിച്ചിട്ടാണോ ശ്രീവാസ് ഠാക്കൂറിനെ കുറിച്ചിട്ടാണോ ആരോ മഹാപ്രഭു അങ്ങനെ പറഞ്ഞത് വായിച്ചത് ഓർമ്മയുണ്ടോ? അതെ. അപ്പോ ആലോചിച്ച് നോക്കൂ, അങ്ങനെയുള്ള ഭക്തന്മാര്, അതായത് ഭഗവാൻ സ്വയം പറയുന്നു ഞാൻ എന്നെ വിലക്ക് വിറ്റോളൂ എന്ന് പറയുന്ന രീതിയിൽ. സോ അത്രയും ഒരു ഭക്തിയിൽ അത്രയും സാധ്യതകൾ ഉണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ശ്രീമദ് ഭാഗവതത്തിൽ ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഭാഗവത സപ്താഹക്കാർക്കോ വായനക്കാർക്കോ ഒക്കെ ഇത് ആ രഹസ്യം തുറന്നു കിട്ടാൻ സാധ്യതയില്ല. അത് വേണമെങ്കിൽ ചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യം വേണം. അതാണ് നമുക്ക് ചൈതന്യ ചരിതാമൃതത്തിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ചർച്ച ഇവിടെ നിർത്തിയിട്ട് ഇനി 3-4 ശ്ലോകങ്ങളും കൂടെയുള്ള അധ്യായം തീരാൻ. നമുക്കൊന്ന് വായിച്ചിട്ട് ഇന്ന് നിർത്തിയാലോ? ഇന്ന് കുറച്ച് നേരത്തെ നിർത്തേണ്ട ആവശ്യമുണ്ട്. ശരി, പുതിയതായി ആരെങ്കിലും വായിക്കാം? ഹരേ കൃഷ്ണ, വായിക്കട്ടെ പ്രഭു? വായിച്ചു. ഹരേ കൃഷ്ണ. വാസുദേവദത്തയാണ് പ്രഭുജി. മഹാപ്രഭു പറയുന്നത് എന്റെ ശരീരം വാസുദേവ ദത്തയുടെ സ്വന്തമാണ്, എന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. എന്റെ ശരീരം വാസുദേവദത്തയുടെ സന്തോഷത്തിന് വേണ്ടി മാത്രമുള്ളതാണ്, എന്നെ എവിടെ വേണമെങ്കിലും വിൽക്കാമെന്ന്. ഏത് ശ്ലോകമാണത്? നമ്പർ? ശ്ലോകം അത് പിന്നെ പറഞ്ഞാൽ മതി, നമുക്കിപ്പോ ഒന്ന് വായിക്കാം. ഒന്ന് ഗ്രൂപ്പിൽ ഇട്ടാ മതി. ഹരേ കൃഷ്ണ. ശ്ലോകം 94. ഹതദിനെ മിശ്രപുത്രേര ഹാതേ ഖടിദില അല്പദിനെ ദ്വാദശ ഫല അക്ഷര ശിഖില. വിവർത്തനം ബൈ ശ്രീലപ്രഭുപാദ് കി ജയ്. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ജഗന്നാഥ മിശ്രൻ തന്റെ പുത്രന്റെ കയ്യിൽ എഴുത്താണി നൽകിക്കൊണ്ട് പുത്രന്റെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ആരംഭം കുറിച്ചു. ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ നിമായി എല്ലാ അക്ഷരങ്ങളും അക്ഷര സംയോജനങ്ങളും പഠിച്ചു. ഭാവാർത്ഥം: രേഫ മൂർധന്യ ബ്രാക്കറ്റിൽ ഭൗതികം, ണ ദാന്തവ്യ അതായത് പല്ലിന്റെ സഹായത്താൽ ഉച്ചരിക്കുന്ന അക്ഷരം, ന മ യ ര ല വ ഋ ർ ള ഇവയാണ് അക്ഷരങ്ങളുടെ 12 സംയോജനങ്ങൾ, അതായത് ദ്വാദശ ഫലം എന്ന് വിളിക്കുന്നത്. ഹാത്തേ ഖടി എന്നാൽ പ്രാഥമിക വിദ്യാഭ്യാസത്തിന്റെ ആരംഭം എന്നർത്ഥം. കുട്ടിയുടെ 4-മത്തെയോ 5-മത്തെയോ വയസ്സിൽ വിദ്യാരംഭ നാളിൽ വിഷ്ണുവിനെ ആരാധിച്ചതിനു ശേഷം അധ്യാപകൻ കുട്ടിയുടെ കയ്യിൽ നീളമുള്ള ഒരു തൂലിക നൽകി പ്രാഥമിക വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിക്കുന്നു. പിന്നീട് അധ്യാപകൻ കുട്ടിയുടെ കൈ പിടിച്ച് അക്ഷരമാലയിലെ അക്ഷരങ്ങൾ അ, ആ, ഇ, ഈ തുടങ്ങിയവ തറയിൽ എഴുതിക്കുന്നു. കുട്ടി എഴുത്തിൽ അല്പം പുരോഗമിച്ചു കഴിയുമ്പോൾ അവന് എഴുതി പഠിക്കാൻ ഒരു കൽപ്പലക നൽകുന്നു. മുകളിൽ പറഞ്ഞ ഫല എന്ന് വിളിക്കപ്പെടുന്ന അക്ഷര സംയോജനങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ ആ പ്രാഥമിക വിദ്യ അവസാനിക്കുന്നു. ശ്ലോകം 95. ബാല്യലീലാസൂത്ര ഏയി കൈല അനുക്രമ ഇഹ വിസ്താരിയ ചേന ദാസ വൃന്ദാവന. വിവർത്തനം ശ്രീലപ്രഭുപാദ് കി ജയ്. ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ബാല്യലീലകളുടെ ഒരു കാലാനുക്രമ സംഗ്രഹം ഇവിടെ നൽകിയിരിക്കുന്നു.
വൃന്ദാവനദാസ് ഠാക്കൂർ ഈ ലീലകൾ മുമ്പേ തന്നെ ചൈതന്യ ഭാഗവത്തിൽ വിപുലമായി വിവരിച്ചിട്ടുണ്ട്. ശ്ലോകം 96. അതയേവ ഏയി ലീല സംക്ഷേപേ സൂത്ര കൈല പുനരുക്തി ഭയേ വിസ്താരീയ നാകഹീല. വർത്തനം ശ്രീല പ്രഭാത് കി ജയ്. അതുകൊണ്ട് ഞാൻ ഒരു ചെറിയ സംഗ്രഹം മാത്രമേ എഴുതിയിട്ടുള്ളൂ. ആവർത്തന ഭയം മൂലം ഞാൻ ഈ ലീലകൾ വിപുലീകരിക്കുന്നില്ല. ഹരേ കൃഷ്ണ. ശ്രീരൂപ രഘുനാഥ പദേയാര ആശ ചൈതന്യ ചരിതാമൃത കഹേ കൃഷ്ണദാസ. വിവർത്തനം. ശ്രീ രൂപ രഘുനാഥ ഗോസ്വാമിമാരുടെ പാതാരവിന്ദങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടും അവരുടെ കാരുണ്യം സദാ അഭിലഷിച്ചുകൊണ്ടും കൃഷ്ണദാസൻ എന്ന ഞാൻ അവരുടെ തൃച്ചേവടികൾ പിന്തുടർന്നുകൊണ്ട് ശ്രീ ചൈതന്യചരിതാമൃതം വർണ്ണിക്കുന്നു. ശ്രീ ചൈതന്യചരിതാമൃതം ആദിലീലയിലെ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ബാല്യലീലകൾ എന്ന 14-ാം അധ്യായത്തിന്റെ ഭക്തി വേദാന്ത ഭാവാർത്ഥം ഇപ്രകാരം സമ്പൂർണ്ണമാകുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ.